SKSFിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിട്ട് ആദ്യമായി അത്തിപ്പറ്റ ഹുസൈനെ കാണാൻ വേണ്ടി ചെന്നു. എടപ്പാട് ദാറുൽ ഹിദായയിൽ വെച്ചാണ് ആദ്യം കണ്ടത്. അപ്പം ഇങ്ങനെ തൊയ്യബ് ഫൈസി പരിചയപ്പെടുത്തി. ഇങ്ങനെ സാലിം ഫൈസിയാണ്, SKSFിന്റെ ജില്ലാ സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞപ്പോൾ ലില്ലാഹിക്കാണെങ്കിൽ ബർക്കത്തുണ്ടാവും എന്ന് പറഞ്ഞു എന്നോട്. വാസ്തവത്തിൽ ഞാനൊന്ന് ബേജാറായി. അപ്പോൾ തൊയ്യബ് ഫൈസി പറഞ്ഞു, ഉസ്താദ് ഇങ്ങനെ എപ്പോഴും പറഞ്ഞതാണ്, നിങ്ങൾ ബേജാറൊന്നും വേണ്ട എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ആ ഒരു വർത്താനാണ് എന്നെ വളരെയധികം മുന്നോട്ട് നയിച്ചത് എന്ന് പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി. ലില്ലാഹിക്കാണെങ്കിൽ ബർക്കത്തുണ്ടാവും. നാട്ടുകാർക്ക് വേണ്ടിയാണെങ്കിലല്ലേ വിളിച്ചിട്ട് ഓരോ വന്നില്ലെങ്കിൽ നമുക്ക് ടെൻഷൻ്റെ ആവശ്യമുള്ളൂ. ലില്ലാഹിക്കാണെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണോ അല്ലേ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ലില്ലാഹിക്ക് വേണ്ടി ചെയ്യുന്നതല്ല. എന്നാൽ ചെയ്തിട്ട് തുടങ്ങിയതിൻ്റെ ശേഷം പിന്നെ ലില്ലാഹിക്ക് ആക്കിയാലും ചിലത് നടക്കുന്നുണ്ട്. അപ്പം നിസ്കരിക്കാൻ നമ്മളിങ്ങനെ ചെന്നതിൻ്റെ ശേഷം പഠിച്ചോനെ സംഗതി ഇപ്പോൾ മഗ്‌രിബ് വാങ്ങി കൊടുത്തപ്പോൾ അങ്ങാടിയിൽ നിൽക്കുമ്പോൾ ആൾക്കാരെന്താ പറയാൻ എഴുതി പോകുന്നതാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ നിസ്കരിച്ചത് അനക്ക് തന്നെയാണ്. അള്ളാഹു അക്ബർ കൂലിട്ടും നിൽക്കുമ്പോൾ ശരിയാക്കിയാൽ മതി. നോമ്പാണെങ്കിൽ കുറച്ചുകൂടി തോനെ നേരമുണ്ട്. മഗ്‌രിബ് മുതൽ സുബഹി വരെയുള്ളതിൻ്റെ ഇടയിൽ റമദാൻ മാസം കണ്ടപ്പോൾ എന്നേ തോന്നിയത്. എന്നാലും കുഴപ്പമില്ല, സുബഹി ആകുന്നതിന് മുമ്പിൽ ഇനിയിപ്പോൾ ഏതായാലും നോൽക്കാണ് റബ്ബെ അനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് കരുതിയാൽ മതി. ഹജ്ജും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഹജ്ജ് കഴിഞ്ഞ് കഴിഞ്ഞ് പുതിയ ഹജ്ജിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പം അങ്ങനെ ആൾക്കാർ ചോദിക്കലടങ്ങും, അല്ല നിങ്ങൾ കൊടുക്കണില്ലേ, നിങ്ങൾ കൊടുക്കണേ ചെയ്യുന്ന ഇങ്ങനെ എല്ലാം ചോദിക്കലടങ്ങും. അപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ കൊടുത്തു, കിട്ടൂലെന്ന് എഴുതി കൊടുത്തതായിരുന്നു. കൈയെല്ലാം കൊടുത്തു, കൊല്ലം കൊടുത്തു, 4 കൊല്ലം കൊടുത്തു, കിട്ടി. അപ്പോഴും ശരിയായിട്ടില്ല. പോകുമ്പോൾ 3 മാസമുണ്ട് ശരിയാക്കാൻ. പോകുമ്പോൾ ആ എയർപോർട്ടിൽ നിന്ന് പിന്നെ ഇഹ്റാമിൻ്റെ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് സീറ്റ് കയറി ഇരുന്നിട്ട് അമീർ ഇങ്ങനെ പറഞ്ഞു തരും, നവയ്യത്തുൽ ഹജ്ജ, പഠിച്ചവനെ അനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് അപ്പോൾ തീരുമാനിച്ചാലും സംഗതി നടക്കും. പക്ഷെ തീരുമാനം വേണമെന്ന് മാത്രം.